ഞാനിപ്പോൾ ഉള്ളത് ലോകത്തെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യം മൊണാക്കോ. യെസ്, യൂറോപ്പില് ഫ്രാൻസിന്റെ ഉള്ളിലാണ് ഈ മനോഹരമായിട്ടുള്ള രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഒരു കുഞ്ഞു രാജ്യമാണ്. 2 കിലോമീറ്റർ ചുറ്റളവുള്ള ഈ ഒരു രാജ്യത്ത് 40,000 ആളുകളാണ് ജീവിക്കുന്നത്. ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. ഒരു ദിവസം കൊണ്ട് നടന്ന് ചുറ്റിക്കറങ്ങി തീരാവുന്ന ആ മനോഹരമായിട്ടുള്ള രാജ്യം തുടങ്ങുന്നത് ദേ ഇവിടെ നിന്ന്, അവസാനിക്കുന്നത് ദേ ഇവിടെ. ഇത്രേ ഉള്ളൂ. ടെക് ട്രാവലീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ 38ാമത്തെ രാജ്യം കൂടിയാണ് ഇത്. മൊണാക്കോ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മുടെ ലോകത്തില് ഏറ്റവും ഹയസ്റ്റ് GDP നോർമൽ പെർ ക്യാപിറ്റ റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ മൊണാക്കോയിലാണ്. അതേപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് പ്രൈസ് ഇങ്ങനെ ഹൈ ആയി നിൽക്കുന്ന ഒരു രാജ്യവും മൊണാക്കോ ആണ്. കാരണം ഇതൊരു കുഞ്ഞു രാജ്യമാണ്. ഒരു സ്ക്വയർ മീറ്ററിന് 50 ലക്ഷം രൂപയാണ് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റോഡുകളൊക്കെ വളരെ നാരമാണ്. കെട്ടിടങ്ങൾക്ക് അടിയിൽ കൂടെയൊക്കെ റോഡുകൾ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഇതുപോലെയുള്ള മലകൾക്കിടയിലൂടെ ചെറിയ ടണലുകൾ പോലെയുള്ള റോഡുണ്ട്. വളരെ ഒരു കുഞ്ഞു രാജ്യം. വൃത്തിയുടെ കാര്യത്തിലും പിന്നെ ഒന്നും പറയേണ്ടതില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ട്രീറ്റ്സ്, ഫുട്പാത്ത്. ഇവിടെയൊക്കെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് എല്ലാവരും റിച്ചാണ്. അതായത് ഇവിടെ ഉള്ള 90% ആളുകളും മില്യണേഴ്സാണ്. അതാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത. മില്യണേഴ്സ് മാത്രമുള്ള ഒരു രാജ്യം മൊണാക്കോ. ഇത് കണ്ടു, കൊമേഴ്ഷ്യൽ സെന്റർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലം. ഇത് മലയുടെ താഴെ ലിഫ്റ്റ്. എന്തൊരാടെ ഇത്! ഈ മലയുടെ താഴെ ലിഫ്റ്റ്, ഈ മലയുടെ മേളിലോട്ട് പോകുന്ന സംഭവം വളരെ നാച്ചുറലായിട്ട് ചെയ്തിരിക്കുന്നു. ഇത് നടക്കുന്നൊക്കെ വെള്ളം വരുന്നുണ്ടല്ലോ. പക്ഷെ എൻ്റെ ദൈവമേ, നമുക്ക് പോയി നോക്കാം എന്തോ മേളിൽ നിന്ന്. ഇത് എന്തോ താഴോട്ടാണോ പോകുന്നത്, മേളിലോട്ടാണോ പോകുന്നത്, ഒരു ഐഡിയ ഇല്ല. ഇത് താഴേക്കാണ് വന്നിരിക്കുന്നത്. ഇതെന്തോ ഇത്! ദൈവമേ, റോഡിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനൊരു സാധനം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സ്ഥലമില്ല, ഈ രാജ്യത്തിന് സ്ഥലമില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമാണ് മൊണാക്കോ എന്ന് പറയുന്നത്. നമ്മൾ പുറത്ത് കണ്ട ആ മലയൊക്കെ വെട്ടിത്തുരന്ന് ഇതിൻ്റെ അടിയിൽ കൊമേഴ്ഷ്യൽ സെൻറ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ കാണുന്നത്. ഇതിനിടയ്ക്കൂടെയൊക്കെ വെള്ളം വരുന്നുണ്ട്. ഇതൊന്നും ആർട്ടിഫിഷ്യലല്ല, ഇതൊക്കെ ഒറിജിനലാണ്. ഭൂമിക്കടിയിൽ അണ്ടർഗ്രൗണ്ടിൽ തുരന്നിട്ട് ഷോപ്പിംഗ് മോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്താ അല്ലേ വേണ്ടത്? വേറെ എന്തെങ്കിലും വേണോ ഇനി? ലെക്സസിൻ്റെ ഒക്കെ വണ്ടി ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഞാൻ ആദ്യം പോയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കട്ടെ. എനിക്ക് കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും വേണം. ഇവിടെ മേക്ക് യുവർ ഓൺ സലാഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് സലാഡ് ഉണ്ടാക്കിയെടുത്തു. നമുക്ക് ഇച്ചിരി ഹെൽത്തി ആവാം. മുട്ടയും പച്ചക്കറിയും മാത്രം എടുത്തിട്ടേ അവിടെ കണ്ട കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് ഞാനൊരു സലാഡ് പ്രിപ്പയർ ചെയ്ത് കഴിച്ചു. എല്ലാം കൂടെ 600 ഗ്രാം ഉണ്ട്. എവിടെ പ്രസ് ചെയ്യണം? ടിക്കറ്റ് കിട്ടും. ഇതിൽ ഒട്ടിക്കുക, കൊണ്ട് ബില്ല് ചെയ്യുക. 12 യൂറോ. ഞാൻ സെലക്ട് ചെയ്ത സലാഡാണ് ഗൈസ്. നോക്കൂ. ആ സലാഡ് എടുത്ത് കൂടിപ്പോയി. മൊത്തം അങ്ങ് കഴിക്കാൻ പറ്റില്ല, ആകെപ്പെട്ടുപോയി. അപ്പോൾ നമ്മൾ ബാക്കി മൊണാക്കോ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. സ്ഥലം എന്താ പറയുക, പൊളിയാണ്. വിശന്നിരുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം ഫുഡ് കഴിക്കാൻ കയറിയത്. നൗ ലെറ്റ്സ് എക്സ്പ്ലോർ ദ കൺട്രി. ആ ഒരു സമീപത്തുള്ള ഒരു മല പോലും അവർ നല്ല ഗംഭീരമായിട്ട് അതിൻ്റെ അടിയിൽ ഷോപ്പിംഗ് മോളും ബാക്കി സംഭവങ്ങളും ഒക്കെ ആക്കി സെറ്റാക്കി അടിപൊളിയാക്കി എടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം സ്ഥലമില്ലല്ലോ, ഉള്ള സ്ഥലം അവർ മാക്സിമം യൂട്ടിലൈസേഷനാണ് എല്ലായിടത്തും. ഇവിടെയൊക്കെ ഫുൾ റെസ്റ്റോറൻറ്റുകളാണ്. ആളുകളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറേ കടകൾ. ഈ മൊണാക്കോനെ പറ്റി കുറേ സംഭവങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടെ നടന്ന് കാണിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. ഇവിടെ മുകളിൽ കാണുന്നത് അവിടുത്തെ ഒരു പാലസ് ഉണ്ട്. ഇവിടെ ഒരു പാലസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു കത്തീഡ്രലുണ്ട്. പിന്നെ അവിടെ ഒരു ടൗൺ ഹാളുണ്ട്. ഞാനിപ്പം നടന്ന് ഈ മലയുടെ അതിൻ്റെ മേളിലേക്ക് കയറി പോകണം, ആ ടൗൺ ഹാളിൻ്റെ അവിടേക്ക്. പിന്നെ ഇവിടെ കാണുന്നത് ഒരു മറീനയാണ്. നമ്മുടെ യോട്ട് ക്ലബ്ബ് പോലത്തെ ഒരു യോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു മറീന. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള സീസൈഡ് വില്ലകൾ. അതൊക്കെ എത്ര കോടി രൂപ കൊടുത്തിട്ടായിരിക്കും ആളുകൾ വാങ്ങിച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും വയ്യ. കാരണം അത്ര എക്സ്പെൻസീവാണ് ഇവിടെയുള്ള ഓരോ സംഭവങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യം, ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള രാജ്യം, പിന്നെ അതേപോലെ തന്നെ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ് ഈ ഒരു മൊണാക്കോ എന്ന് പറയുന്നത്. ഈ ഒരു രാജ്യത്ത് ആകെ താമസിക്കുന്നത് ഏകദേശം 38,000 മുതൽ 40,000 ആളുകളാണ്. ഇവിടുത്തെ റിലീജിയനെ പറ്റി പറയുകയാണെങ്കിൽ 90% വരുന്ന ആളുകളും ക്രിസ്ത്യാനികളാണ്. പിന്നെ മതമില്ലാത്ത ആൾക്കാർ കുറച്ച് പേരുണ്ട്. പിന്നെ കുറച്ച് ജൂതന്മാരുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരാണ്. ഒഫീഷ്യലി ഒരു മോസ്ക് ഇല്ലാത്ത ഒരു രാജ്യമാണ് മൊണാക്കോ എന്ന് പറയുന്നത്. ഇവിടെ ധാരാളം പള്ളികളുണ്ട്, പക്ഷെ മോസ്ക് ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. മൊണാക്കോ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആൻഡ് വെൽത്തിയസ്റ്റ് പ്ലേസസ് ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്.
അതായത് ഈ ഫ്രാൻസിലെയും ബാക്കിയുള്ള സ്ഥലങ്ങളിലെയും ഇവിടുത്തെ എല്ലാം പണക്കാര് വന്ന് കുഞ്ഞു കൂടുന്ന സ്ഥലം. അതിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? മൊണാക്കോയിൽ ഇൻകം ടാക്സ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇൻകം ടാക്സ് ഇല്ലാത്തൊരു രാജ്യമാണ് മൊണാക്കോ. Can you believe that? എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഇല്ലാത്ത രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് വേറെ സർവീസ് ടാക്സും അങ്ങനത്തെ കുറേ പരിപാടികൾ വാറ്റൊക്കെ ഉണ്ട്. പക്ഷേ പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞൊരു സംഭവം മൊണാക്കോയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. ഈ രാജ്യത്ത് 40,000 പേരിൽ 90% വരുന്ന ആളുകളും കോടീശ്വരന്മാരാണ്. അതാണ് മൊണാക്കോയുടെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം എക്സ്പെൻസീവാണ്. എവറിത്തിങ് ഈസ് എക്സ്പെൻസീവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വില എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊണാക്കോയിലാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ആളുകൾ സംസാരിക്കുന്നത് ഭാഷ എന്ന് പറയുന്നത് മെയിനായിട്ട് ഫ്രഞ്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ ഇവിടെ ഇവരുടെ ഒരു ഭാഷയുണ്ട്, അത് വളരെ കുറച്ച് ആൾക്കാരെ സംസാരിക്കുന്നുള്ളൂ. പിന്നെ ഇറ്റാലിയൻ സംസാരിക്കും. പിന്നെ ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും അറിയാം. കാരണം ഈ ഇറ്റലിയും ഫ്രാൻസുമാണ് മൊണാക്കോയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന 2 രാജ്യങ്ങൾ. അതുകൊണ്ടാണ് ആ ഒരു ഇൻഫ്ലുവൻസ് വരുന്നത്. 2.08 കിലോമീറ്റർ സ്ക്വയർ ആണ് മൊണാക്കോയുടെ ആകെയുള്ള ഏരിയ എന്ന് പറയുന്നത്. 2.08 കിലോമീറ്റർ സ്ക്വയർ. ക്യാൻ യു ഇമാജിൻ? അങ്ങനെ 2 കിലോമീറ്റർ ഉള്ളൂ, കിലോമീറ്റർ സ്ക്വയർ ആണ്. ഇതൊരു സെമി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഉള്ള ഒരു സ്ഥലമാണ്. അതായത് ഇവിടെ രാജഭരണം പോലെയാണ്. അതായത് നമുക്ക് UK നമുക്ക് രാജാവും രാജ്ഞിയൊക്കെ ഇല്ല, അതേപോലെ തന്നെ ഇവിടെ ഒരു മൊണാർക്കുണ്ട്. ആൽബർട്ട് 2 എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിന്നെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ പിയറെ ഡാട്ടൌട്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഈ മൊണാക്കോ എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് 1 കിലോമീറ്റർ സ്ക്വയറിൽ ഏകദേശം 20,000 ആളുകൾ താമസിക്കുന്നു എന്നാണ് പറയുന്നത്. മൊണാക്കോയ്ക്ക് ഫ്രാൻസുമായിട്ട് 5.47 കിലോമീറ്റർ ആണ് ഒരു ലാൻഡ് ബോർഡർ ഉള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ബോർഡർ എന്ന് പറഞ്ഞൊരു സംഭവം വെറും ഒരു മാപ്പിൽ മാത്രമുള്ളൊരു സംഭവമാണ്. അതിർത്തി എന്ന് പറയുന്നത് ഇവിടെ രാജ്യങ്ങൾ തമ്മിലില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ ഒഫീഷ്യലി 5.47 കിലോമീറ്റർ ആണ് ലാൻഡ് ബോർഡർ ഉള്ളത്. മൊണാക്കോയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് വേൾഡിലെ തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റൽ ഏരിയ മൊണാക്കോയ്ക്കാണ്. അതായത് കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നൊരു രാജ്യമാണ്. ആകെയുള്ള കോസ്റ്റൽ ഏരിയ കടൽ തീരം എന്ന് പറയുന്നത് 3.83 കിലോമീറ്റർ ആണ്. അതിനകത്ത് മിക്കതും കുന്നും മലയും തന്നെയാണ് താനും. മൊണാക്കോയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഫ്രാൻസിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് എത്താൻ സാധിക്കും. ഇവിടെ 40,000 ആളുകൾ ജീവിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ഇവിടെ ഒരു 10,000-ലധികം ആളുകൾ ഒരു ദിവസം ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ജോലിക്കായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ളവരും തൃശ്ശൂർ ജില്ലയിലൊക്കെ ഉള്ളവരൊക്കെ എറണാകുളം എന്ന് പറഞ്ഞ നഗരത്തിൽ ജോലിക്കായിട്ട് വരുന്ന പോലെയാണ് മറ്റ് സ്ഥലങ്ങളിലുള്ളവർ മൊണാക്കോ എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യത്ത് ജോലിക്കായിട്ട് വരുന്നത്. 19th സെഞ്ചുറിയുടെ ആദ്യഘട്ടത്തിലാണ് ശരിക്കും ഇവരിവിടെ ക്യാസിനോകൾ ആരംഭിക്കുന്നത്. ഇവിടെ മോണ്ടെ കാർലോ ക്യാസിനോ എന്ന് പറഞ്ഞൊരു ക്യാസിനോ ആണ് ആദ്യമായിട്ട് ആരംഭിച്ചത്. എന്നിട്ട് ഇവരെന്തെന്ന് പറഞ്ഞാൽ ഈ ക്യാസിനോയെ ഇവിടെ ഒരു അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ട് ആ റെയിൽവേ സ്റ്റേഷൻ പാരീസുമായിട്ട് ഇവർ ബന്ധിപ്പിച്ചു. അതോടുകൂടി പാരീസിൽ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ, കാശുള്ള ആളുകൾ മൊണാക്കോയിലേക്ക് ഒഴുകാൻ തുടങ്ങി. പിന്നീട് ഇവിടെ ധാരാളം ക്യാസിനോകൾ വന്നു തുടങ്ങി. ഈ മോണ്ടെ കാർലോ ക്യാസിനോയെ ചുറ്റിപ്പറ്റി പിന്നെ ധാരാളം റിസോർട്ടുകൾ വന്നു തുടങ്ങി. അതും വലിയ കൊമ്പൻ, ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് മൊണാക്കോയിലാണെന്നാണ് പറയുന്നത്. ആ ഒരു ക്യാസിനോടെ വരവോടുകൂടി രാജ്യത്തിൻ്റെ എക്കണോമി വളരെ വൻ രീതിയിൽ വർദ്ധിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഇതൊരു ടാക്സ് ഹെവൻ സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് ഇവിടുത്തെ വ്യക്തികൾക്ക് ഇൻകം ടാക്സ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ബിസിനസ്സുകൾക്കൊക്കെ വളരെ ലോ ടാക്സുകളാണ് ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊണാക്കോ എന്ന് പറയുന്നത് ശരിക്കും മണി ലോണ്ടറിങ്ങിൻ്റെ ഒരു കേന്ദ്രം കൂടിയായി മാറിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മൊണാക്കോയെ ചില രാജ്യങ്ങളൊക്കെ ഗ്രേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ പണ്ട് സ്വിസ് ബാങ്കിലെ ആളുകൾ കാശ് നിക്ഷേപിക്കുന്നതൊക്കെ പറയുന്ന പോലെ ഈ മൊണാക്കോയിലൊക്കെ ആളുകൾ എന്താ പറയുക, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ കോസ്റ്റ് നമുക്ക് ഹോങ്കോങ്ങും അതേപോലെ തന്നെ സിംഗപ്പൂരൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അതിൻ്റെയൊക്കെ ഡബിളിൻ്റെ ഡബിളാണ് ഇവിടെ ലാൻഡ് കിട്ടാനുള്ള കോസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ലാൻഡ് കിട്ടാനില്ല. ഇത് കിട്ടുകയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആണ്. അതാണ് മൊണാക്കോയുടെ പ്രത്യേകത. മൊണാക്കോ ഫ്രാൻസിൻ്റെ ഉള്ളിലാണെങ്കിലും മൊണാക്കോ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഞാൻ എടുത്തിരുന്ന എൻ്റെ ഐറാലോ ഈ സിം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു കുഞ്ഞു സ്ഥലമായിട്ട് പോലും ഇവിടെ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ഒരു സിം കാർഡ് എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ മൊണാക്കോയുടെ ഒരു സ്പെഷ്യൽ സിം കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് റീചാർജ് ചെയ്തിട്ടാണ് ഞാൻ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത്. മൊണാക്കോ ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു വലിയൊരു വരുമാനമാണ് ഇവിടുത്തെ ഒരു ടെലികോം മേഖല എന്ന് പറയുന്നതും. മൊണാക്കോ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമല്ലെങ്കിലും പക്ഷേ യൂറോപ്യൻ പോളിസീസ്, അതായത് EU പോളിസീസ് അവരൊത്തിരി നോക്കുന്നുണ്ട്. ഇവർക്ക് ബോർഡർ കൺട്രോൾസും അതേപോലെ തന്നെ കസ്റ്റംസും അങ്ങനത്തെ പരിപാടികളൊക്കെ ഫ്രാൻസുമായിട്ടാണെങ്കിലും അത് കാര്യമായിട്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ മൊണാക്കോയിൽ യൂറോ എന്ന് പറയുന്ന യൂറോപ്പിലെ കറൻസി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവർ പണ്ട് ഒരു മൊണാക്കോ ഫ്രാങ്ക് ഉപയോഗിച്ചിരുന്നു. പക്ഷേ അത്
2002 അത് നിർത്തി. അതിനുശേഷം അവർ യൂറോപ്യൻ കൗൺസിലിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവർ യൂറോ ആണ് ഇപ്പം നിലവിൽ ഉപയോഗിച്ച് വരുന്നത്. പിന്നെ നമ്മളെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഫോർമുല 1, അതായത് ഒറിജിനൽ ഗ്രാൻഡ് പ്രിക്സ് ഓഫ് ഫോർമുല 1 എന്ന് പറഞ്ഞ ആ ഒരു ഫോർമുല 1 റേസിംഗ് ഈ മൊണാക്കോയുടെ തെരുവുകളിലൂടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് നിങ്ങൾക്ക് അറിയാമല്ലോ, പലരൊക്കെ കണ്ടു കാണും. മൊണാക്കോയുടെ തെരുവുകളിലൂടെ ഫോർമുല 1 റേസിംഗ് നടക്കുന്നുണ്ട്. മൊണാക്കോയ്ക്ക് സ്വന്തമായിട്ട് ധാരാളം ഫോർമുല 1 മെമ്പർമാരുണ്ട്, അംഗങ്ങളുണ്ട്. ഇവർക്ക് ഫുട്ബോൾ ക്ലബ് ഉണ്ട്. അങ്ങനെ പല സ്പോർട്സ് ഇനത്തിലും ഈ 40,000 ആളുകളെ ഉള്ളൂ എന്നുണ്ടെങ്കിലും അതിനകത്ത് അവർ വൻ മിടുക്കന്മാരാണ്. മൊണാക്കോയ്ക്ക് സ്വന്തമായിട്ട് എയർഫോഴ്സും അതേപോലെ തന്നെ നേവി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. മൊണാക്കോയുടെ എല്ലാ സംഭവങ്ങളും നോക്കുന്നത് ഫ്രാൻസ് എന്ന രാജ്യമാണ്. മൊണാക്കോയിൽ 500-ലധികം പോലീസുകാരുണ്ട്. ഇവിടുത്തെ രാജാവിൻ്റെ സുരക്ഷ നോക്കുന്നതിനും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നതിനും കോസ്റ്റൽ സംഭവങ്ങൾ നോക്കുന്നതിനും ഒക്കെ കോസ്റ്റൽ കോസ്റ്റ് ഗാർഡായിട്ടൊക്കെ പോലീസുകാരുടെ സേവനമുണ്ട്. അതായത് 32,000 ജനങ്ങൾക്ക് 500-ലധികം പോലീസുകാരെന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ഹൈ റേഷ്യോ ആണ്. അതുകൊണ്ട് തന്നെ സിംഗപ്പൂർ പോലെ തന്നെ വൺ ഓഫ് ദ ക്രൈം ഫ്രീ, സിംഗപ്പൂരിൽ പിന്നെയും ക്രൈം ഉണ്ടെന്ന് പറയാം, പക്ഷേ ഇവിടെ ഒരു ക്രൈം ഫ്രീ രാജ്യമാണ്. അതായത് ഇവിടെ ക്രൈം റേറ്റ് വളരെ കുറവാണെന്നാണ് പറയപ്പെടുന്നത്. പൊതുവെ ഇവർക്ക് സ്ഥലപരിമിതി കാര്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ കുറേ സ്ഥലങ്ങൾ കടൽ നികത്തി എടുത്തിട്ട് വലിയ ടൗൺഷിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഇവിടുത്തെ രാജാവ് 2015 കുറച്ചും കൂടെ സ്ഥലം എടുത്തിട്ട് അക്വയർ ചെയ്ത് വലിയൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കും എന്ന് പറഞ്ഞെങ്കിലും അത് പിന്നീട് പല കാരണങ്ങളാൽ അവർ ഒഴിവാക്കുകയായിരുന്നു. ഇവിടുത്തെ രാജാവ് ആൽബർട്ട് 2 എന്ന് പറഞ്ഞ ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹമാണ് പ്രിൻസ് ഓഫ് മൊണാക്കോ എന്ന് പറയുന്ന ആള്. പക്ഷെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആവാനായിട്ട് ശരിക്കും ഫ്രഞ്ചുകാർക്കും സാധിക്കും, മൊണാക്കോക്കാരൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ളത് ഫ്രഞ്ചുകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് രാജാവ് ഫ്രാൻസ് ഗവൺമെൻറ്റുമായിട്ടും കൂടെ കൂടിച്ചേർന്ന് ഒരു ധാരണയിലാണ് ഇവിടുത്തെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതും പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നതും ഒക്കെ. ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി ഉണ്ട്. ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് മൊണാക്കോയിലാണ്. ഓഡിയോൺ ടവർ എന്ന് പറഞ്ഞൊരു ടവർ ഉണ്ട് ഇവിടെ. അതിന് മുകളിലുള്ള ഒരു പെന്റ് ഹൗസ് $335 മില്യൺ വിറ്റത് എന്നാണ് പറയുന്നത്. $335 മില്യൺ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ എത്ര കോടി രൂപയായിരിക്കും അല്ലേ അത്. മൊണാക്കോയുടെ മറ്റൊരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസമാണ്. ഓരോ വർഷവും ഇവിടുത്തെ കാസിനോകളിലേക്കും അതേപോലെ തന്നെ പല ഇവിടുത്തെ പണക്കാർക്ക് വേണ്ടിയുള്ള പല പല സംഭവങ്ങളിലേക്കും ആകൃഷ്ടരായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ചാർട്ടേഡ് ഫ്ലൈറ്റുകളും സ്വന്തം പ്രൈവറ്റ് ജെറ്റുകളും ചാർട്ട് ചെയ്ത് ഇഷ്ടംപോലെ ധനികർ വരുന്ന ഒരു സ്ഥലമാണ് മൊണാക്കോ എന്ന് പറയുന്നത്. ഇവിടുത്തെ ബാങ്കുകൾ ധാരാളം പ്രൈവറ്റ് ബാങ്കിങ് സേവനങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും അസറ്റ് ആൻഡ് വെൽത്ത് മാനേജ്മെന്റ് സർവീസുകളൊക്കെ കൊടുക്കുന്ന ബാങ്കുകളൊക്കെ ധാരാളം ഉണ്ട്. ഇവിടെ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഈ മൊണാക്കോയിൽ ക്രെഡിറ്റ് കാർഡ്സിന്റെ ഒക്കെ പോയിന്റുകൾ റിഡീം ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ ഹോട്ടലുകളിലൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് പോയിന്റ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഹോട്ടലുകളുടെയൊക്കെ റിവാർഡ് പോയിന്റ്സും മറ്റുമൊക്കെ നമുക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ മൊണാക്കോയിലുണ്ട്. അതേപോലെ തന്നെ മൊണാക്കോയുടെ പോപ്പുലേഷൻ എടുത്ത് പറയുകയാണെങ്കിൽ 30% വരുന്നത് ഫ്രഞ്ച് ജനതയാണ്. പിന്നെ ഇവിടത്തുകാര്, അതായത് മൊണിഗാസ്കി എന്നോ അങ്ങനെ എന്തോ ആണത് പറയുന്നത്, ഇവിടത്തുകാരെ മൊണാക്കൻസ് എന്നും പറയും. അവർ 22% വരുന്ന ആളുകളാണ്. പിന്നെ ബാക്കി വരുന്നത് ഏകദേശം 20%-ഓളം ഇറ്റാലിയൻ ആളുകളുണ്ട്. പിന്നെ ഒരു 10% ബ്രിട്ടീഷുകാരുണ്ട്. പിന്നെ ബെൽജിയത്തിൽ നിന്നുള്ളവരുണ്ട്, ജർമ്മനിയിൽ നിന്നുള്ളവരുണ്ട്, സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ളവരുണ്ട്, അമേരിക്കൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇത് എൻ്റയർ യൂറോപ്പിൽ നിന്നുള്ള ആളുകൾ ഈ ഒരു മൊണാക്കോയിൽ ജീവിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. 1929 ഇവിടെ ആദ്യമായിട്ട് മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം ആരംഭിച്ചത്. അതിവിടെ മൊണാക്കോയുടെ തെരുവുകളിലൂടെയാണ് ആ ഒരു സർക്യൂട്ടുകൾ അവരുണ്ടാക്കിയിരിക്കുന്നത്. വളരെ നാരോ ആൻഡ് ടൈറ്റ് ആയിട്ടുള്ള ഓരോ ടണൽസും മറ്റുമൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർമുല 1 റൈഡേഴ്സ് ഒക്കെ പറയുമായിരുന്നു, നമ്മുടെ ബെഡ്റൂമിനകത്തൂടെ സൈക്കിൾ ഓടിക്കുന്ന പോലെയാണ് ഇവിടെ മൊണാക്കോയിലൂടെ ഈ ഗ്രാൻഡ് പ്രിക്സ് നടത്തുന്നതെന്നൊക്കെ അവർ പല രീതിയിൽ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രാൻഡ് പ്രിക്സ് ആ ഒരു ഫോർമുല 1 സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു രാജ്യത്തേക്ക് അത് കാണുന്നതിന് വേണ്ടി വരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ നാഷണൽ ഫ്ലാഗുകളിൽ ഡിസൈനുകളിൽ ഒന്നാണ് മൊണാക്കോയ്ക്കുള്ളത്. അതായത് 1881 മൊണാക്കോയുടെ ഇപ്പം നിലവിൽ നമ്മൾ കാണുന്ന ആ ഒരു ഫ്ലാഗ് വന്നത്. അതായത് ആ ഒരു ഫ്ലാഗിന് നമ്മുടെ ഇന്തോനേഷ്യയുടെ ഫ്ലാഗുമായിട്ട് വലിയൊരു സിമിലാരിറ്റി നമുക്ക് കാണുമ്പോൾ തോന്നുകയും ചെയ്യും. നമുക്കിനി ആ കാണുന്ന കോട്ടയുടെ മേളിലേക്ക് എങ്ങാണ്ടാണ് നടന്ന് കയറി പോകേണ്ടത്. ടൗൺ ഹാളുള്ളത് ആ ഭാഗത്താണ്. അയ്യോ ദൈവമേ, ഇത് ക്ലോസ്ഡ് ആണോ? പൊന്നു, ഇതിന്റെ മേളിലൊക്കെ നടന്നു പോകണല്ലോ. ഇതെന്താ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നേ? ലോകത്തെ സമ്പന്ന രാജ്യങ്ങളായ മൊണാക്കോ, വൈ ആർ യു ഡൂയിങ് ദിസ്? കോടിക്കണക്കിന് രൂപ വിലയുള്ള അപ്പാർട്ട്മെന്റുകൾ. ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം. അങ്ങ് ദൂരെ നോക്ക്, ആ മലയുടെ മേളിൽ അവിടെ എന്തോ ഒരു പഴയ കെട്ടിടം പൊളിച്ച് പണിതുകൊണ്ടിരിക്കുക. നോക്കിയേ, ആ മലയുടെ മേളിൽ
ആകെപ്പാടെ കുറച്ച് മലയും കടലല്ലേ ഉള്ളൂ. അത് മാക്സിമം അങ്ങ് യൂട്ടിലൈസ് ചെയ്യുകയാണ്. ശരിക്കും ഉണ്ടല്ലോ, ഉള്ള സ്ഥലത്ത് എങ്ങനെയൊക്കെ ആളുകൾക്ക് അതും അടിപൊളിയായിട്ട് ജീവിക്കാം എന്നുള്ളത് കാണണമെങ്കിൽ ഇവിടെയൊക്കെ വരണം. അതായത് ടൗൺ പ്ലാനിങ് ഒരു രക്ഷയില്ലാത്ത ടൗൺ പ്ലാനിങ് ആണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. ഇത് നോക്ക്, അതായത് ആ കാണുന്നത് വീടുകളാണ്. ആ വീടുകൾക്കടിയിലൂടെ ടണൽ കണ്ടോ, റോഡാണ്, മനസ്സിലായോ? റോഡാണ്, അതായത് വേറെ റോഡ് പണിയാൻ സ്ഥലമില്ല. അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, ഒരു റോഡ് ടണലാണ്. ഇവിടെ കണ്ട ഈ മല, ആ മലയുടെ സൈഡിൽ കൂടെയാണ് റോഡ് പണിതിരിക്കുന്നത്. കാരണം അപ്പുറത്തൂടെ റോഡുണ്ട്, ഇപ്പുറത്തൂടെ റോഡുണ്ട്. പക്ഷെ എന്നാലും സ്ഥലം വേണ്ടേ? ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നമുക്ക് ഒരു ഇറ്റാലിയൻ ഫ്രഞ്ച് മിക്സഡ് ടൈപ്പ് ഓഫ് ഡിസൈനാണ് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ മൊണാക്കോയുടെ ലേ ഗ്രാൻഡ് ടൂർ എന്നും പറഞ്ഞുകൊണ്ട് സിറ്റി ടൂർ ബസ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങ് ദൂരേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ മലയുടെ മുകളിലൊക്കെ വലിയ 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 കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ. ആ മലയുടെ മേളിലൊക്കെ സ്ഥലമില്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത് അല്ലേ. മൊണാക്കോയിലെ ഒരു പോലീസുകാരനും പിന്നെ പോലീസിൻ്റെ ഒരു വണ്ടിയും, ചെറിയ രാജ്യമല്ലേ, 2 കിലോമീറ്ററിലേ ഉള്ളൂ, ഇത്രയും വണ്ടിയൊക്കെ മതിയാവുമായിരിക്കും. എനിക്ക് ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. നല്ല രസമാണ്. എല്ലാം എക്സ്പെൻസീവാണ്, താമസം മാത്രമല്ല ഫുഡും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം എക്സ്പെൻസീവാണ്. മൊണാക്കോ പോലീസിൻ്റെ ഫ്ലാഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് ഒരു പോലീസ് സ്റ്റേഷൻ കാണാൻ സാധിക്കും. ഈ കാണുന്നത് മൊണാക്കോയിൽ ഒരു പോലീസ് സ്റ്റേഷനാണ്. നമുക്ക് ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറി കയറി ഇതിൻ്റെ മേളിൽ പോണം. അത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു നമ്മൾ നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ടൈപ്പ് ഉള്ള ഒരു, ഇപ്പം നമ്മൾ ഐസോള് അതേപോലെ തന്നെ ഷില്ലോങ് ഒക്കെ പോകത്തില്ലേ, അതേപോലെ തന്നെയുള്ള ഒരു സ്ഥലമാണിത് ഭൂപ്രകൃതി വെച്ച് നോക്കുമ്പോഴത്തേക്കിനും. അതായത് കുന്നിന് മുകളിലും താഴെയൊക്കെ ആയിട്ട് അവിടെ അവർ എത്ര മനോഹരമായിട്ടാണ് ഓരോന്ന് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ. താഴെ ഇങ്ങനെ റോഡ്, ചിലപ്പോൾ ഇത് റോഡും ഉണ്ടാവും മേളിൽ പോകാനായിട്ട്. നമ്മൾ മേളിലേക്ക് പോകുമ്പോഴത്തേക്കിനും ആ കോട്ടയുടെ മേളിൽ നമുക്കവിടെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാം. അടിപൊളിയല്ലേ. പോകുന്ന വഴിക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി, എൻ്റെ ദൈവം ഇതെന്താ ഇത്, ഓ മൈ ഗോഡ്. ആ മലയുടെ മേളിൽ ആ കെട്ടിടങ്ങൾ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ശരിക്കും പേടിയാവുന്നു. നമ്മൾ ഹോങ്കോങ്ങിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ഇതുപോലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ വേറെ സംഭവം ഉണ്ട് കേട്ടോ, ഈ രാജ്യത്ത് സ്വന്തമായിട്ട് എയർപോർട്ടില്ല. ഇവിടെ നീസിലാണ് എയർപോർട്ടുള്ളത്, തൊട്ടപ്പുറത്ത് ഫ്രാൻസിൽ. അവിടെ നിന്ന് പിന്നെ ഒരു 20 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം. ഇവർക്ക് ഹെലിപാഡ് ഉണ്ട്. നീസ് എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഹെലികോപ്റ്റർ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പറന്ന് വരാൻ പറ്റും. 150 യൂറോ മറ്റാണ് ഒരാൾക്ക് ചാർജ്. 7 മിനിറ്റേ ഉള്ളൂ ഫ്ലൈ. ഓ മൈ ഗോഡ്. ഇവിടെ ലാൻഡിൽ കെട്ടിടങ്ങളുണ്ട്, അതേപോലെ തന്നെ അത്രയും നമ്പേഴ്സ് ഓഫ് യാട്ടുകളും അതേപോലെ തന്നെ ആഡംബര നൗകകളും നമുക്ക് കടലിൽ കാണാൻ സാധിക്കും. ഇവർക്ക് ആകെ 3.5 കിലോമീറ്ററേ ഉള്ളൂ കടൽ തീരം എന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള മറീന ക്ലബ്ബുകൾ എത്രയധികം കാണാമെന്നറിയാമോ? ഇപ്പോൾ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ ചിലപ്പോൾ ഫ്രാൻസ് ആയിരിക്കും, അത് ചിലപ്പം മൊണാക്കോ ആയിരിക്കില്ല. ഇവിടെ വരെയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ കെട്ടിടങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഈ ഒരു സ്ഥലമായിരിക്കും മൊണാക്കോ അല്ലേ. അങ്ങനെ കയറി ഞാൻ കോട്ടയുടെ മേളിലെത്തി കേട്ടോ. നടന്ന് നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോഴത്തേക്കിനും വളരെ മനോഹരമായിട്ടുള്ള ഒരു ചത്വരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ പുറകിൽ കാണുന്ന ഈ ഒരു ഐവറി പെയിൻ്റ് അടിച്ച ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രിൻസ് പാലസ് ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മൊണാക്കോയിൽ പ്രിൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രിൻസിൻ്റെ പാലസാണ് ഈ കോട്ടയുടെ മുകളിൽ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിന് മുമ്പിലായിട്ട് നമുക്ക് 2 പോലീസുകാർ നിൽക്കുന്നത് കാണാം. ഉണ്ടോ, ഒരു പോലീസ് ഗാർഡുണ്ട് അവർ. അപ്പോൾ ആ പ്രിൻസിൻ്റെ ചുമതലയൊക്കെ പോലീസിനാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള ആ ഒരു പ്രിൻസ് പാലസാണ് ഇവിടെ കാണുന്നത്. തൊട്ടപ്പുറത്ത് അവിടെ കടലാണ്. അപ്പോൾ പ്രിൻസ് മിക്കവാറും അവിടെ സീ വ്യൂ റൂമിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കും. നമ്മുടെ താജ് ഹോട്ടലൊക്കെ പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ഒരു മനോഹരമായിട്ടുള്ളൊരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ കയറി വരാൻ നേരം കണ്ട നമുക്ക് ആ ഒരു മൊണാക്കോയുടെ ഒരു എൻറ്റയർ വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടും. പ്രിൻസ് ആൽബർട്ട് 1 എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പഴയ രാജാവിൻ്റെ ഒരു പ്രതിമയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൻ്റെ മുമ്പിലായിട്ട് നമുക്ക് ഇതുപോലത്തെ കുറേ ഉരുക്കിൻ്റെ ഉണ്ടകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഉണ്ടകൾ ഇങ്ങനെ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേക്കിനുമാണ് നമുക്ക് ആ മനോഹരമായിട്ടുള്ള ഒരു മൊണാക്കോയുടെ ഒരു കിട്ടില്ലൻ വ്യൂ നമുക്ക് കിട്ടുന്നത്. താഴേന്ന് കണ്ടതിലും കിട്ടില്ലൻ വ്യൂ അല്ലേ. ഉഫ്, അമേസിങ് അല്ലേ. നോക്ക് താഴെ നമുക്ക് എന്തോരം യാട്ടുകളാണ് കിടക്കുന്നത്. താഴെ എന്തുവാ ഇത്. അതിനിടയ്ക്കൊക്കെ ഹോട്ടലുകളുണ്ടാവാം, ഗസ്റ്റ് ഹൗസുകളുണ്ടാവാം, ഹോം സ്റ്റേകളുണ്ടാവാം, പിന്നെ വലിയ വലിയ ആളുകളുടെ കോടീശ്വരന്മാരുടെയൊക്കെ വീടുകളുണ്ടാവാം. അപ്പോൾ നമ്മൾ ആ പ്രിൻസിൻ്റെ
കോട്ടയുടെ രാജാവിൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ള ആ ഒരു കോട്ടയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു ദൃശ്യം പകർത്തുന്നത്. രാജാവിൻ്റെ കൊട്ടാരത്തിന് മുമ്പിൽ ഇവിടെ കുറേ സുവനീർ ഷോപ്പുകളുണ്ട്. നമുക്ക് സുവനീറുകളൊക്കെ വാങ്ങിക്കാം. ഞാനും സുവനീർ കണ്ടാൽ പിന്നെ നമ്മൾ എവിടെയാണെങ്കിലും പോകുമല്ലോ. ഇവിടെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ഒരു പാലസ് ഏരിയ ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ പാലസ്. പിന്നെ ആ ലുക്കല്ലേ പാലസൊക്കെ അടിപൊളിയല്ലേ? ഓ അടിപൊളി. ഇത് ആരുടെയാ? രാജാവിൻ്റെ ആയിരിക്കുമോ? ആയിരിക്കത്തില്ല. പാലസിൽ മണി മുഴങ്ങുന്നു. നല്ലൊരു കിടിലൻ റോൾസ് റോയ്സ്. ഞാനിവിടെ ഒരു സുവനീർ ഷോപ്പിൽ വന്നിട്ട് സുവനീർ വാങ്ങിച്ച്. മൊണാക്കോ, ഇത് നീസിൻ്റെ സുവനീറും കിട്ടി. ഇത് ഒരെണ്ണം 4 യൂറോ, 3 10 യൂറോ ആണ് റേറ്റ്. എനിക്കൊരു മണിയും കൂടെ കിട്ടി മൊണാക്കോടെ. ഇവിടെ മൊണാക്കോടെ സുവനീർ കിട്ടും, ഫ്രാൻസിലെ നീസിൻ്റെ സുവനീർ കിട്ടും, പിന്നെ ഇറ്റലിയിലെ വേറെ ഏതൊരു സ്ഥലത്തിൻ്റെ സുവനീർ. 3 രാജ്യങ്ങളുടെ സുവനീർ കിട്ടുന്ന ഒരു സ്ഥലം. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മൾ ആ വലിഞ്ഞ് കഷ്ടപ്പെട്ട് കയറിയില്ലേ ആ കോട്ട. ആ കോട്ടയുടെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് കണ്ടോ, ഫുൾ തടിപ്പണികളാണ് ഇവിടുത്തെ. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ റോമിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഒക്കെ കണ്ടതുപോലെ ഒന്നുമല്ല. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റലിയുടെയും റോമിൻ്റെയും കുട്ടികളെന്നൊക്കെ പറയാൻ നോക്കാം. അതിൻ്റെ ഒരു മിക്സഡ് സങ്കരയിനം ഐറ്റമാണ് ഇവിടുത്തെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രശസ്തമായ മോണ്ടെ കാർലോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു കാസിനോകളുടെ സ്ഥലവും നഗര ഹൃദയവും. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കത്തീഡ്രലിൻ്റെ മുമ്പിലാണ്. സെയിൻറ്റ് നിക്കോളാസ് കത്തീഡ്രൽ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു റോമൻ കാത്തലിക് പള്ളിയാണ്. പക്ഷേ ഇത് അത്ര വലിയ പഴയ പള്ളിയൊന്നുമല്ല. 19th സെഞ്ച്വറിയിൽ, അതായത് 1900 കാലഘട്ടങ്ങളിൽ എപ്പോഴോ പണിത ഒരു പള്ളിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കരിങ്കല്ല് വെച്ചുണ്ടാക്കിയിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പള്ളി, ഒരു കത്തീഡ്രലാണ് ഇത്. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള ആ ഒരു മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടി വർദ്ധിപ്പിക്കും. ഇനി നമുക്ക് ഇവിടെ നല്ല കിടിലം വ്യൂ കിട്ടും. ഇതാണല്ലോ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല കിടുക്കാച്ചി വ്യൂ പോയിന്റുകൾ കുറേ ഉണ്ട് ഇവിടെ. ഇതൊന്ന് കണ്ടിട്ട് നമുക്ക് പള്ളിക്കുള്ളിലേക്ക് പോവാം. എൻ്റെ പൊന്നേ, ബ്യൂട്ടിഫുൾ. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഓ ലുക്ക് അറ്റ് ദ കളർ ഓഫ് ദ വാട്ടർ. കണ്ടില്ലേ, ഇതൊക്കെ ഇവര് കടൽ നികത്തി എടുത്തുണ്ടാക്കിയ സ്ഥലമായിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ. ആ കാണുന്നത് കണ്ടോ, അതൊരു മനോഹരമായിട്ടുള്ള ഒരു ലോക്കൽ ഫിഷ് റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹെലികോപ്റ്റർ സർവീസുകൾ അവൈലബിൾ ആണെന്ന് ഇവിടുന്ന് നീസ് എയർപോർട്ടിലേക്ക്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഇവിടെ താഴെ കാണുന്നതാണ് ഹെലിപാഡ്. അവിടെ നിന്ന് ആ ഹെലികോപ്റ്റർ പറന്നു പൊങ്ങി അത് ഇവിടുന്ന് നീസിലേക്ക് പോകും. 150 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 15,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് നീസിലേക്ക് ഹെലികോപ്റ്ററിൽ പറക്കാം. ഈ വ്യൂ ഒരു രക്ഷയില്ല അല്ലേ? എന്ത് കിടുക്കാച്ച വ്യൂ അല്ലേ ഇത്! ആ വെള്ളത്തിൻ്റെ കളറ് നോക്ക്. പൊന്നു, ഇതിങ്ങനെ ഷാലോ വാട്ടർ കിട്ടുക എന്നുള്ളതാണ് ലക്ക്. നമുക്കിനി താഴേക്ക് പോകാം. താഴേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴത്തേക്കിനും ഇവിടെ എല്ലാം സൂനിയർ ഷോപ്പുകളാണ്. എന്തോരം സൂനിയർ ഷോപ്പ്! ഇത് വലിയൊരു ബിസിനസ് ആട്ടോ ശരിക്കും. ഇവിടെ ഈ കെട്ടിടത്തിൻ്റെ ജനലിൽ നിന്ന് ഈ പാവക്കുട്ടികളെ ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് നല്ല രസമല്ലേ കാണാനായിട്ട്. ഇങ്ങനെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. എനിക്ക് നല്ല ഭംഗിയുള്ള കെട്ടിടം, അതിൻ്റെയൊക്കെ അടിപൊളിയായിട്ട് നല്ല കിടുക്കാച്ചിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ആണ്. നല്ല ഭംഗിയുള്ള ഇടുങ്ങിയ ഗല്ലികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇടുങ്ങിയ സ്ട്രീറ്റ്സ്. ആ സ്ട്രീറ്റ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ഇങ്ങനെ നടന്നു പോകാം. ഒക്കെ ഫുൾ ടൂറിസ്റ്റാണ്. ഇതെല്ലാം ടൂറിസ്റ്റ് ഏരിയാസാണ് ഇത് മൊത്തം. മൊണാക്കോ ഒരു രാജ്യമാണെങ്കിൽ ഇവിടെ സ്വന്തമായിട്ട് എയർപോർട്ടും സ്വന്തമായിട്ട് വേറെ ബോർഡർ ചെക്കിങ്ങും പരിപാടികളൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് കിട്ടും. അതെവിടെന്നറിയോ? ഈ കുന്നിൻ്റെ മുകളിലുള്ള ഈ കാണുന്ന ടൗൺ ഹാൾ എന്ന് പറയുന്നൊരു സ്ഥലം. ഇവിടെ വന്നിട്ട് അകത്ത് റിസപ്ഷനിൽ ആളുണ്ടാവും. അവിടെ പോയിട്ട് പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് തരും. എനിക്ക് കിട്ടി. ഞാൻ പോയി പാസ്പോർട്ട് കൊടുത്തു, എനിക്ക് സ്റ്റാമ്പ് ചെയ്ത് തന്നു. ഇതാണ് നമുക്ക് കിട്ടിയ സ്റ്റാമ്പുകൾ. ഇത് നമ്മൾ ഇറ്റലിയിൽ വന്നിറങ്ങിയ സമയത്ത് പിസയിൽ നിന്ന് കിട്ടിയ സ്റ്റാമ്പ്. ഇത് ഡോവർ ഫെറി, അതായത് നമ്മൾ ഫ്രാൻസിലേക്ക് ഫെറി എടുത്ത് പോയപ്പോൾ കിട്ടിയ സ്റ്റാമ്പ്. ഇത് നമ്മൾ മോണ്ടനീഗ്രോ കയറിയപ്പോൾ കിട്ടിയ സ്റ്റാമ്പ്. ഇത് ഫ്രാൻസിൽ നിന്ന് തിരിച്ച് UK കയറിയ സമയത്ത് കിട്ടിയ സ്റ്റാമ്പ്. പിന്നെ മൊണാക്കോയുടെ സ്റ്റാമ്പ്. ഇത്രയും സ്റ്റാമ്പ് നമുക്ക് കിട്ടിയപ്പോൾ. അപ്പോൾ മോണ്ടെക്കോർലയിലേക്ക് പോകാനായിട്ട് ഞാനിപ്പോൾ താഴേക്ക് നടന്നിട്ടിരിക്കുകയാണ്. വന്ന വഴിയെല്ലാം കൂടെ താഴേക്ക് തിരിച്ച് നടന്നിറങ്ങി ചെന്നിട്ട് നടന്നോ അല്ലെങ്കിൽ ബസ്സിനോ കയറി പോകണം. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ രാജാവിൻ്റെ പാലസ് കണ്ട് അവിടുത്തെ വ്യൂ എല്ലാം കണ്ട് ആ കോട്ടയുടെ താഴെ ഞാൻ ഇറങ്ങി വന്നു. ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഇവിടെയും നമുക്ക് വലിയൊരു സ്ക്വയറിലേക്കാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ സ്ക്വയറിൽ ആസ് യൂഷ്വൽ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ധാരാളം റെസ്റ്റോറൻറ്റുകളും സുവനീർ ഷോപ്പുകളും മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും ടൂറിസ്റ്റുകൾക്ക് വേണ്ട സംഭവങ്ങൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ അതിൻ്റെ മുകളിൽ മുന്തിരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണെന്ന് തോന്നുന്നു കേട്ടോ, മുന്തിരി പടർത്തി ഇട്ടിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടുന്ന് ഞാൻ എന്തായാലും
2 കിലോമീറ്റർ ഉണ്ട് മോണ്ടെ കാർലോയിലേക്ക് ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട ആ ഒരു സ്ഥലം, ആ കെട്ടിടങ്ങൾ ഇടുങ്ങി തിങ്ങി നിൽക്കുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോൺടേവിൽ പോകുന്ന ബസ്, അങ്ങനെ കുറേ ഇതൊക്കെ മൊണാക്കോ ബസ്സുകളാണ്. ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ MC എന്നാണ് ഇവിടുത്തെ നമ്പർ പ്ലേറ്റ്. കണ്ടോ ആ നമ്പർ പ്ലേറ്റ് കണ്ടോ, വണ്ടിയുടെ ഫ്രണ്ടിൽ കണ്ടോ MC നമ്പർ പ്ലേറ്റ് ആണ്. കിടിലൻ വണ്ടിയല്ലേ, നല്ല ജീപ്പിൻ്റെ അടിപൊളി വണ്ടി. നമ്മൾ യൂറോപ്പിൽ എല്ലാ സ്ഥലത്തും വേറെ നമ്പർ പ്ലേറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതാണ് MC മൊണാക്കോടെ. ഇത് F ഫ്രാൻസിൻ്റെ ആണ് ഈ കാണുന്നത്. ഫ്രാൻസ് നല്ല റിച്ച് വണ്ടികളൊക്കെ ഞാനിവിടെ കണ്ടു കുറേയൊക്കെ. ഇതെന്ത് വണ്ടിയാ, അബർത്തോ ഉള്ളല്ലോ. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ വേറൊരു സ്ഥലം കണ്ടില്ലേ, നോക്ക് മുകളിലൊക്കെ ഫ്ലാറ്റ്, താഴെ റോഡ് കണ്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ വീടിൻ്റെ അടിയിൽ കൂടെ ഇതുപോലെ വണ്ടി പോകുന്ന റോഡാണെങ്കിൽ എങ്ങനെ ആയിരിക്കും. ഇവിടെ പട്ടിയും കൊണ്ട് നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മെജോറിറ്റി ആൾക്കാർ വൃദ്ധരാണ്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഈ ആയ കാലത്തൊക്കെ പൈസ സമ്പാദിച്ചിട്ട് ഇവിടെയൊക്കെ വന്നിട്ട് ഒരു ഫ്ലാറ്റും വീടും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ റിലാക്സ്ഡായി നടക്കുന്ന ആളുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല. പിന്നെ അല്ലാത്ത ഇവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ടാക്സ് ബെനിഫിറ്റും മറ്റ് ബെനിഫിറ്റുകൾക്കൊക്കെ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഫ്രഞ്ച് സിറ്റിസൺസിന് മൊണാക്കോയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു റൂളുണ്ട് ഫ്രഞ്ചും മൊണാക്കോയും തമ്മിൽ, ഫ്രാൻസും മൊണാക്കോയും തമ്മിൽ. ഫ്രഞ്ച് ഇല്ലെങ്കിൽ പിന്നെ എല്ലാ ഫ്രഞ്ചുകാരും കൂടെ ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് വെറുതെ അങ്ങനെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല. അത് മാത്രമല്ല അങ്ങനെ പെട്ടെന്നൊന്നും ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒന്നും ആർക്കും കിട്ടത്തുമില്ല. അപ്പോൾ അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എൻ്റെ പൊന്നെ, വണ്ടികൾ കിടക്കുന്ന കണ്ടാ ഏതോ ഒരു യൂസ്ഡ് കാറിൻ്റെ ഷോറൂം ആണെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളുടെ ലക്ഷറി വണ്ടികളും കിടപ്പുണ്ട്. ആഹാ കൊള്ളാമല്ലോ. നമ്മളിപ്പോൾ എവിടെ നിന്നറിയാമോ? അണ്ടർപാസ് ആണ്. നോക്കിയേ, അടിപൊളി ഒരു അണ്ടർപാസ്. ഇത്രയും വൃത്തിയുള്ളൊരു അണ്ടർപാസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് അത് ഫുള്ള് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട്. എങ്ങോട്ടാണ് പോകുന്നത്? സെൻട്രൽ കാർഡിയോ തൊറാസിയോ കസീനോ. കസീനോയുടെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. കൊള്ളാമല്ലേ, അടിപൊളിയല്ലേ. കസീനോ നോക്കി അങ്ങ് പോയാൽ മതി. കസീനോ ആണ് ഇവിടുത്തെ മെയിൻ സ്ഥലം എന്ന് എനിക്ക് മനസ്സിലായി. കസീനോ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. അവിടെ ആയിരുന്നു ഞാനിപ്പോൾ ആ കാണുന്ന സ്ഥലത്ത് നിന്ന്. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഞാൻ നമ്മളെ മേളിൽ നിന്ന് കണ്ട ആ സ്ഥലം ഇവിടെ എവിടെയോ എത്തി. ഇതൊക്കെ സമ്പന്നന്മാർക്ക് വന്നിരുന്ന് കാപ്പി കുടിക്കാനും ബിയർ കഴിക്കാനും പറ്റിയ സ്ഥലങ്ങളാണ് ഗൈസ്. നോക്കിയേ ആ ഒരു ആംബിയൻസ് പോലും നോക്കിയേ എങ്ങനെയാന്ന്. ഫുള്ള് ഈ പറഞ്ഞ പോലെ എല്ലാം ഹൈഫൈ സെറ്റപ്പുകളാണ് മൊത്തം. ഇവിടുത്തെ ഒരു ആശുപത്രി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ ഇവിടെ കുറേ കോളേജുകളും സ്കൂളുകളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു ചെറിയ രാജ്യത്തുണ്ട് സംഭവങ്ങളൊക്കെ. പക്ഷെ എന്നാലും കൂടുതൽ ആൾക്കാർ ഫ്രാൻസിലേക്ക് ഇറ്റലിയിലേക്കൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു തിയേറ്റർ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഇത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഓപ്പറ ഹൗസ് ആയിരിക്കണം. ഇത് അവിടെ ഒരാളിരുന്ന് ടിക്ടോക്ക് ചെയ്യുന്നുണ്ട്. എവിടെ നിന്ന് നോക്കിയാലും മനോഹരമായിട്ടുള്ള കടൽ മാത്രം. നല്ല സ്റ്റീപ്പ് കയറ്റവാ. ഞാനിങ്ങനെ നടന്ന് എൻ്റെ അടപ്പറിച്ചു. ബസ്സുണ്ട്, എന്നാലും നമുക്ക് നടക്കണമല്ലോ. ഇന്ന് രാവിലെ KFC കഴിച്ചായിരുന്നു. അപ്പം കുറേയധികം നടന്നാലേ അതൊക്കെ ദഹിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ സണ്ണിപ്പോൾ ഓപ്പോസിറ്റായി, എന്നാലും നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വ്യൂവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ. ഇവിടെ താഴെ കപ്പലിൻ്റെ ഷേപ്പിലൊരു റെസ്റ്റോറൻറ്റ് പോലെ എന്തോ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോയി അത് കാണാൻ പറ്റില്ല, കാരണം ഇത് ക്ലോസ്ഡ് ആണ്. ഈ കാണുന്നത് അടിപൊളി. റോഡിൻ്റെ സൈഡിലൊരു ഗുച്ചിയുടെ ഷോറൂം. നോക്കിയേ, ഗുച്ചിയൊക്കെ സാധാരണ ഫുൾ പ്രീമിയം സ്ഥലങ്ങളിലല്ലേ ഷോറൂം ഒക്കെ ഉള്ളൂ. റോഡിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ഗുച്ചിയുടെ ഷോറൂം. ഇതെന്താ സാധനം? കുഞ്ഞി ഓറഞ്ച്, അടിപൊളി. അങ്ങനെ നമ്മൾ മോണ്ടെ കാർലോ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുൾ ഷോപ്പിംഗ് സ്ഥലങ്ങളാണ്. പ്രീമിയം ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളാണ്. ഔട്ട്ലെറ്റ് അല്ല, പ്രീമിയം ബ്രാൻഡുകളുടെ ഷോറൂമുകളാണ് ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്. എൻ്റെ പൊന്നു എല്ലാം ഉണ്ട്. സെയിൻറ്റ് ലോറൻറ്റ്, പിന്നെ ഡിയോൾ, അലക്സാണ്ടർ മക്വീൻ, ബൾഗറി. ആ സ്ഥലത്തെയൊക്കെ നീറ്റ്നെസ് നോക്ക്, എന്ത് വൃത്തിയല്ലേ. പൊന്നു. ഇതിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ താഴെ മൊത്തം ഈ പറഞ്ഞ പോലെ ഷോറൂമുകളും മുകളിലൊക്കെ അപ്പാർട്ട്മെൻറ്റുകളും. നല്ല രസമുണ്ടല്ലേ ആ ഒരു ബിൽഡിങ്ങിൻ്റെ സ്റ്റൈല്. ഒരു ബാമ്പും ഒക്കെ വെച്ച് എന്തൊക്കെയോ ചെയ്ത് ചൂരലൊക്കെ വെച്ച് പണിതിരിക്കുന്ന പോലെ ഇല്ലേ ഇത് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള അപ്പാർട്ട്മെൻറ്റുകൾ. ഒരു പ്ലാന്റ് സെല്ലറാണ്. നല്ല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്, പൂക്കളുള്ളതും പൂക്കളില്ലാത്തതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇതെന്താ സാധനം? ഇതെന്തോ ഒരു
കുഞ്ഞി ടൈപ്പ് ഓഫ് ഓറഞ്ച് ആട്ടോ. ഇത് ഒറിജിനൽ അല്ല പ്ലാസ്റ്റിക്കാണ്. അങ്ങനെ നമ്മൾ ആ മോണ്ടി കാർലോ എന്ന് പറയുന്ന ഇവരുടെ രാജ്യത്തിൻ്റെ ആ ഒരു തലസ്ഥാന ഹൃദയമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. കാസിനോകളുടെ കേന്ദ്രമാണ് ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് ധാരാളം കാസിനോകൾ കാണാൻ സാധിക്കും. പിന്നെ അങ്ങ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മലനിരകൾ, വെസ്റ്റേൺ ആൽപ്സ് എന്നോ അങ്ങനെ എന്തോ ആണ് ഇവർ ഈ മലനിരകൾക്ക് പറയുന്നത്. ആ മനോഹരമായിട്ടുള്ള ആ ഒരു കാസിനോ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു അൾട്രാ റിച്ച് സ്ഥലത്ത് വന്ന ഒരു പ്രതീതി എന്തായാലും ആയി ഇവിടെ വന്നപ്പോഴത്തേക്കിനും. ഇവിടെ കിടക്കുന്ന വണ്ടികളും അതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാം. നല്ല കിടുക്കാച്ചി വണ്ടികളൊക്കെ കാണാം. ജീവാഗണം അതും ഇതും ഇതൊക്കെ മോണ്ടിനീഗ്രക്കാരുടെ വണ്ടിയാണ്. ഇത് മോണ്ടിനീഗ്രം വണ്ടിയാണ്. ഇത് ഡെൻമാർക്കിൽ നിന്ന് വന്നതാണ്. എൻ്റെ പൊന്നെ, ഒരു പഴയ ഒരു ബെൻസ് നോക്കി, എന്താ ലുക്ക്. പിന്നെ ടെസ്ലയുണ്ട്, ബെൻസ് ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്. റോൾസ് റോയ്സ് ഒക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഒരു രക്ഷയില്ല. റോൾസ് റോയ്സ് ഒക്കെ നോക്കി എന്തോരം കിടക്കുന്ന അവിടെ ഇവിടെയൊക്കെ. എൻ്റെ പൊന്നു, ഡിഫൻഡർ അത് ഇത്. ഈ നിന്ന ആൾക്കാർ ആ വണ്ടിയുടെ കൂടെ വന്ന് ഫോട്ടോ എടുത്തപ്പോഴത്തേക്കിനും അവിടെ വന്ന് സെക്യൂരിറ്റിക്കാർ അവിടെ വഴക്ക് പറഞ്ഞു, ഫോട്ടോ എടുക്കരുത്, തൊടരുതെന്നൊക്കെ പറഞ്ഞോണ്ട്. അത്രയും കാശ് കൊടുത്ത് വാങ്ങിച്ചവൻ്റെ വണ്ടിയല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പറയുമല്ലോ. എൻ്റെ പൊന്നു, ഒന്നും പറയണ്ട. എന്തായാലും അതൊന്നും എനിക്കത് മെയ്ബേ അല്ലേ. വണ്ടികളൊക്കെ നോക്ക്, എല്ലാം കിടുക്കാച്ചി വണ്ടികൾ. ഇങ്ങനെയൊക്കെ വണ്ടി വാങ്ങാൻ കാശുള്ളവരല്ലേ. അതിനിടയ്ക്കാണ് അവർ അപ്പാവി വന്നേക്കുന്ന പാവം. ഈ വണ്ടികളൊക്കെ വാങ്ങാൻ കാശുള്ളവരല്ലേ ഈ കസിനോകളിലൊക്കെ വരുവുള്ളൂ അല്ലേ. പക്ഷേ എൻ്റെ പൊന്നു, എല്ലാവരും വണ്ടികൾ നോക്കി നടക്കുകയാണ്. ഇവനാണ് പൊളി, ഇതാണ് പൊളി. അതിനിടയ്ക്ക് പോയ ഒരു കുഞ്ഞൻ പൊളിച്ച്. ഈ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ഇവരാരും സമ്മതിക്കുന്നില്ല കേട്ടോ. സെക്യൂരിറ്റിക്കാർ വന്ന് വഴക്ക് പറയുന്നുണ്ട്. അവിടെ ഒരു ചേട്ടൻ പോയി നിൽപ്പുണ്ട് ആ കാണുന്ന വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട്. ഇവന്മാരുടെയൊക്കെ ജോലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഈ വാലറ്റ് പാർക്കിങ്ങിന് നിൽക്കുന്ന ആൾക്കാർ എത്ര വണ്ടികളായിരിക്കും അവർ ഒരു ദിവസം ഓടിക്കുന്നത്, ഏതൊക്കെ വണ്ടികളായിരിക്കും. അവൻ്റെയൊക്കെ ലുക്ക് നോക്കിയാൽ, കണ്ണടയൊക്കെ വെച്ച് വരുന്നത്, ആ കറുത്ത കോട്ടിട്ടിട്ട് അവൻ വാലറ്റ് പാർക്കിന് നിൽക്കുന്ന ആളാണ്. അവനാവാം, അവൻ്റെ ലുക്കൊക്കെ ആവാം അല്ലേ. ഇതാ സാധനം കണ്ടോ, ആ വണ്ടി വന്നപ്പോഴത്തേക്കിനും അത് താത്തിയിട്ട് ആ വണ്ടി അകത്തോട്ട് കയറ്റുന്നു. ആളും നേരം വണ്ടിയൊക്കെ നോക്കി ഇവിടെയൊക്കെ കയറ്റുള്ളൂ. എൻ്റെ പൊന്നെ, രാജാവിനെ പോലെ ആനയിച്ച് കൊണ്ട് കയറ്റും അകത്തോട്ട്. ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നു നോക്ക്, കണ്ടാ. അവന് ഡോറ് തുറന്നു കൊടുക്കുന്നു. സല്യൂട്ട് അടിക്കുമോ? ഇല്ലല്ലേ. എന്തല്ലേ കാശുള്ളവൻ്റെ യോഗം. അവൻ്റെ കയ്യിലെ ടാറ്റോ ഒക്കെ കണ്ടോ. ചാവി കൊടുക്കുന്നു. ഇപ്പോൾ ഇവനത് വണ്ടി എടുത്ത് അങ്ങോട്ട് മാറ്റിയിടും. വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുക പോലും വേണ്ട, എല്ലാം അവർ തന്നെ ചെയ്തോളും. അതിൻ്റെ ബൂട്ട് ഫ്രണ്ടില്ല, അതിൽ നിന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടി, കാശ് പെട്ടിയായിരിക്കും, പണപ്പെട്ടിയായിരിക്കും. ഇയാളുടെ വണ്ടിയാണത്. അടിപൊളി. ആള് കാശും കൊണ്ട് കളിക്കാൻ പോവാ. LVയുടെ പെട്ടിയാണ് പുള്ളിയുടെ കയ്യിലിരിക്കുന്നത്, ലൂയി വിട്ടൻ്റെ പെട്ടി. സെക്യൂരിറ്റിക്കാരൻ വണ്ടിയെടുത്ത് ഇനി അവൻ്റെ ഷോ കുറച്ച് നേരം കാണിക്കും. അതൊക്കെ ഒന്ന് ഇതാക്കി. അപ്പം ഇതിനകത്തൊന്ന് അകത്തൊന്ന് കോട്ടിട്ട ആൾക്കാർ അവർ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഞാനിപ്പോൾ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഉറപ്പാണ് എന്നെ കയറ്റൂല. എന്തിനാ വെറുതെ പിന്നെ കയറ്റാതിരിക്കുന്നത് നോക്കുന്നത് അല്ലേ. അതിൽ നിന്ന് കോട്ടിട്ട ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നു. അതാണ് നമ്മുടെ മോണ്ടി കാർലോ കാസിനോ. മൊണാക്കോയുടെ ആദ്യത്തെ കാസിനോ ആണ് ഈ കാണുന്നത്. കാസിനോ സ്ക്വയർ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ആശാൻ വണ്ടിയൊക്കെ എടുത്ത് റിവേഴ്സ് എടുക്കുകയാണ്, ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിടപ്പുണ്ട് മുമ്പിൽ കുറേ വണ്ടി. ഇതെന്താ, ഞാനിപ്പോൾ ഓട്ടോ വ്ളോഗായോ, ബെൻലി. പക്ഷെ എൻ്റെ ദൈവമേ, വണ്ടികൾക്കൊന്നും ഒരു വിലയില്ല. സോറി, അവർ വണ്ടിയുടെ ഫോട്ടോ എടുക്കുകയായിരുന്നു. എന്നെപ്പോലെ തന്നെ എല്ലാവരും വണ്ടിയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ലുക്ക് അല്ലേ, അമ്മാതിരി ലുക്കല്ലേ ജീവാഗൺ. പക്ഷെ എൻ്റെ പൊന്നു, റോൾസ് റോയ്സിനൊന്നും ഒരു വിലയില്ല. നോക്കി ഇങ്ങനെ കിടക്കുകയാണ് എല്ലാം കൂടി. അപ്പം മനസ്സിലായില്ലേ, ഇതാണ് മൊണാക്കോ. സമ്പന്നൻ്റെ രാജ്യം, സമ്പന്നന്മാർക്ക് വേണ്ടിയുള്ള രാജ്യം. കാശുള്ളവന് കാശ് ഉണ്ടാക്കാനും കാശ് ചിലവാക്കാനും ഉള്ള രാജ്യം. ആ റോൾസ് റോയ്സ് കണ്ടോ, എന്താ ലുക്കല്ലേ, ഓപ്പണായിട്ട് ഇട്ടിരിക്കുകയാണത്. അടിപൊളി. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കസിനോയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടിയല്ല ഇത്, ഉറപ്പാണ്. കാരണം കസിനോയിൽ വരുന്നവർ കസിനോയ്ക്കുള്ളിൽ നല്ലേ കഴിക്കുകയുള്ളൂ. ഇത് അവരുടെ തന്നെയാണെന്ന് തോന്നുന്നു, കഫേ ഡി പാരിസ് എന്ന് പറഞ്ഞുകൊണ്ട് മോണ്ടെ കാർലോ. ഇത് കസിനോ കാണാൻ വരുന്ന എന്നാൽ അത്രയും കാശില്ലാത്ത കുറച്ച് ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ പോയിരുന്നൊരു ചായയൊക്കെ കുടിക്കാം, ഒരു ബിയറൊക്കെ കഴിക്കാം. അതിന് വേണ്ടിയുള്ള സ്ഥലമായിരിക്കും ഇത്. ഇതുകൊണ്ടാണ് ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ ആദ്യമേ കയറി ഒരു സലാഡ് വാങ്ങിച്ച് കഴിച്ചത്. എനിക്കറിയാം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന കാശുണ്ടെങ്കിലേ 3-4 ദിവസം ഫുഡ് കഴിക്കാം. കസിനോ സ്ക്വയറിൻ്റെ നടുക്ക് ഇതിനകത്ത് കാശ് വരെ ഇട്ടിരിക്കുന്നത്. അയ്യോ, അതുപോലെ എടുക്കാൻ ആരുമില്ല. ചില്ലറ പൈസ ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടോ. ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടോ, നോക്കിയേ, കൊള്ളാല്ലേ. കാസിനോടെ ഇപ്പുറത്ത് ഏതൊക്കെയോ കോടീശ്വരന്മാരുടെ വീടാണ്. നോക്കിയേ,
കോടീശ്വരന്മാരെന്ന് പറഞ്ഞാൽ അമ്മാതിരി കോടീശ്വരന്മാരായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും ഇത്രയും വലിയ വീടൊന്നും വാങ്ങാൻ പറ്റുകയില്ല. മതിയായി കണ്ടിട്ട്. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും കാണണമെന്നൊന്നുമില്ല. നമുക്ക് ഒന്നും കൂടെ ഒന്ന് നടന്നിട്ട് നമുക്ക് പതുക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോയി തിരിച്ച് നമുക്ക് ട്രെയിൻ എടുത്തിട്ട് പോകാം. നമ്മുടെ കാസിനോടെ ബാക്ക് സൈഡാണിത്. ഇതൊരു റിസോർട്ടാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോർട്ടുകളുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലും ഇവിടെ ഒരു മറീനയുണ്ട്. ഇതൊരു പ്രൈവറ്റ് മറീനയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അവിടെ കുറേ വലിയ കപ്പലും അതും ഇതൊക്കെ കിടപ്പുണ്ട്. എന്ത് ലുക്കല്ലേ, എന്ത് ഭംഗിയല്ലേ. ഫെയർമോണ്ട് മോണ്ടെ കാർലോ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു ഇവിടെ താഴെ കാണുന്നത്. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ റേറ്റ് നോക്കിയപ്പോഴത്തേക്കിന് 50,000 രൂപയ്ക്കാണ് കാണിക്കുന്നത്. ഈ ബസ് പൊളിയാട്ടോ, മാലക്കിടുക്കാച്ചി ബസ്സാ അല്ലേ. എന്താ ലുക്ക്, ഒരു സ്ക്രാച്ച് പോലും ഇല്ല ബസ്സിലെങ്ങും. ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന എത്ര രാജ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. നമ്മളിപ്പോൾ വത്തിക്കാൻ സിറ്റി കണ്ടു, ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന രാജ്യമാണ്. മൊത്തം കണ്ടില്ല നമ്മൾ, കുറച്ചും കൂടെ കാണാനുണ്ട്. നമ്മൾ ഒരു ദിവസം കൊണ്ട് ഈ ഒരു രാജ്യം കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ, നമുക്ക് താങ്ങുന്നതല്ലേ പറ്റുള്ളൂ. അത് കാണാം. അതൊക്കെയാണ് ടൗൺ പ്ലാനിങ്. എന്ത് സംഭവമാണ്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നടുവിൽ ഇവിടെ ഒരു ചെറിയൊരു ചാപ്പൽ കാണാം. പിന്നെ ഇതിൻ്റെ മേളിൽ കൂടെ ഇതൊരു റോഡാണ് പോകുന്നത്. ഇത് ശരിക്കും മലയാണ്. നോക്കിയേ, മല. ആ മലയുടെ ഇടയ്ക്കാണ് ഇവർ പണിത് വെച്ചിരിക്കുന്നത്. അത് എത്ര ഭംഗിക്കാണ് അതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും. വെറുതെ ഒക്കെ ചുമ്മാ തോന്നിയ പോലെ അല്ല. അതാണ്, അതായത് കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോഴത്തേക്കിനും അതിന് മിനിമം ഒരു ഭംഗിയൊക്കെ വേണ്ടേ ഓരോ സംഭവങ്ങൾ. അത് ആ ഭംഗിയോടെ കൂടിയല്ലേ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ ഒരു ഭംഗി എന്ന് പറയുന്നത് മൊത്തത്തിൽ. ഇത് വേണ്ട, ഓ മലയുടെ ഒക്കെ വെളി. ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇവർ ലാൻഡ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതെൻ്റെ സ്ഥലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ലാൻഡ് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചാപ്പൽ കാണും, നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു ചാപ്പൽ. ആ കാണുന്ന പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വീണ്ടും നടന്ന് കയറി പോകണം. ഏതെങ്കിലും ഒരു ഭൂഗർഭ സ്ഥലത്തായിരിക്കും നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ വന്നിരിക്കുന്നത്. എൻ്റെ മുന്നേ ഈ സ്റ്റെപ്പെല്ലാം കൂടെ ഇനി കയറി മേളിലോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യാ, എനിക്ക് മതിയായേ. എൻ്റെ മൊണാക്കോ, എനിക്ക് കയറി ചെല്ലുമ്പോൾ ഇതല്ലെന്ന് മാത്രം പറയരുത്. അയ്യാ, ഇതെന്ത് മൊണാക്കോയാ. മൊണാക്കോ വന്നിട്ട് എന്തായാലും കാര്യങ്ങൾ സാധിച്ചു. പാസ്പോർട്ടിൽ സ്റ്റാമ്പ് കിട്ടി, പിന്നെ വേറെന്തായിരുന്നു, സുവനീർ കിട്ടി, എല്ലാം കിട്ടി. ട്രെയിൻ സ്റ്റേഷൻ എത്തിയ അടിപൊളി, കൊള്ളാലോ. ഇതൊരു 1.5 സ്റ്റേഷൻ. എൻ്റെ പൊന്നു, അടിപൊളി അല്ലേ. അതെനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ട്രെയിൻ പിടിക്കട്ടെ. ഏത് ട്രെയിനാ എപ്പോഴാണെന്ന് നോക്കട്ടെ. ഞാൻ നടന്നു വന്നപ്പോഴത്തേക്കിനും ഇവിടെ കിടന്ന ട്രെയിൻ പോയി. ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടേ ട്രെയിനുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇറ്റലിയിലേക്കും അതേപോലെ തന്നെ ഫ്രാൻസിലേക്കും ഒക്കെ ട്രെയിനുകളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുപോലത്തെ ഡബിൾ ഡെക്കർ ട്രെയിനുകളാണ്. അടിപൊളി. ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നത് കേട്ടോ. നമുക്ക് പൊളിച്ച് എന്താ ലുക്ക് നോക്ക്. അതിൻ്റെ ലോക്കോ ഉണ്ടോ. ഇത് ഏതോ രാജ്യത്തുനിന്ന് ഏതോ രാജ്യത്തേക്ക് പോകുന്ന ഗുഡ്സ് ട്രെയിനാണ്. മൊണാക്കോ വഴി പോകുന്നതാണ്. ഇവിടെ കംപ്ലീറ്റ് ഇവർ ടണലടിച്ച് നമ്മൾ ബസ്സിൽ വരാൻ നേരം 1 മണിക്കൂറോളം എടുത്തില്ലേ ഇങ്ങോട്ട്. തിരിച്ചു പോകുമ്പോഴത്തേക്കിന് 20 മിനിറ്റ് മതി, 20-25 മിനിറ്റ് മതി. ടണലടിച്ച് കടൽ തീരത്തൂടെ നല്ല അടിപൊളിയായിട്ട് ഇവർ റെയിൽ റൂട്ട് പണിതിരിക്കുകയാണ് കംപ്ലീറ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടി. നിമിഷ നേരങ്ങൾ കൊണ്ട് പ്ലാറ്റ്ഫോം നിറഞ്ഞു. നോക്കി എന്തോരം ആൾക്കാരാന്ന് നോക്കി. ഇവരൊക്കെ ഈ ഫ്രാൻസിൽ നിന്ന് ഇവിടെ ജോലിക്ക് വരുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ജോലിക്ക് വരുന്ന ആൾക്കാരുണ്ടെന്ന്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാം. നല്ല ഫ്രണ്ട്ലിയാണ് ആളുകളൊക്കെ. അപ്പോൾ ജോലിക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും ട്രെയിൻ ഇറങ്ങിയിട്ട് ഉന്തിക്കൊണ്ട് പോകുന്ന മറ്റേ സൈക്കിളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ആളുകൾ ട്രാവൽ ചെയ്യുന്നത്. അടിപൊളി, ഫുള്ളായിരിക്കുന്നു. എനിക്ക് സ്ഥലം പോലും കിട്ടൂല. അത് ഇന്ന് പോണ്ടി വരും. എനിക്കാണ് കാല് കഴിച്ചിട്ട്. ഈ ട്രെയിനാണ് എവിടെ നിന്ന് വരുന്ന ട്രെയിനുമാണ്. സ്ഥലം കിട്ടണേ. ഇതിനകത്തിപ്പോൾ നിറച്ച സ്ഥലമുണ്ട്. ഇവരെങ്ങനെയാണ് ചാടി കയറുമോ, എങ്ങനെയാണ് ഇവരുടെ പരിപാടി എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിൽ കയറണം. ഇടി കാണുന്നത് ഇറങ്ങാൻ സ്ഥലം കൊടുക്കോ, ഇറങ്ങാൻ സ്ഥലം നമ്മൾ വെളി കയറാം. അങ്ങനെ എനിക്ക് സീറ്റ് കിട്ടി. നമ്മൾ വീണ്ടും ടണൽസും കടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ട്രെയിൻ ഇവിടെ നീസിലെത്തിയിരിക്കുകയാണ്. നീസും മൊണാക്കോയും തമ്മിൽ ആനയാടും പോലെ വ്യത്യാസമുണ്ട് കേട്ടോ. നീസ്വില്ലെ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുന്നത്. നീസ്വില്ലെ സ്റ്റേഷൻ കൊള്ളാല്ലേ.
ഞങ്ങളുടെ ട്രെയിൻ പോയി. ഞാൻ ഈ ട്രെയിനിൻ്റെ ലോക്കോടെ പിക്കെടുത്ത് അബിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് നടന്നു വന്നാ. നല്ല കിടുക്കാച്ചി ലോക്കോ, എന്ത് ലുക്കല്ലേ. ഇതാണ് നീസ് റെയിൽവേ സ്റ്റേഷൻ, നീസ് വില്ല് റെയിൽവേ സ്റ്റേഷൻ. ഇത് കൊള്ളാല്ലേ. ഞാനേ പവർ ബാങ്ക് എടുക്കാൻ മറന്നുപോയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോൺ, ഒരു ഫോൺ ഡെഡായി ഓൾറെഡി, രണ്ടാമത്തെ ഫോൺ ഔട്ട് ഓഫ് ബാറ്ററിയാണ്, 15% ഉള്ളൂ. അത് തീരുന്നതിന് മുമ്പ് റൂമിലെത്തണം. എന്നിട്ട് നമുക്ക് പതുക്കെ ഇറങ്ങാം, എന്നാലേ പറ്റുള്ളൂ. ലുക്കാ റെയിൽവേ സ്റ്റേഷനൊക്കെ എല്ലായിടത്തും പോയാലും അടിപൊളിയാണ്. എനിക്ക് വിശന്നായിരുന്നു. ഞാൻ ഈ കാണുന്ന കടയിൽ കയറിയിട്ട് ഒരു ഹോട്ട് ഡോഗ് വാങ്ങി. എൻ്റെ അമ്മയെ അത് കഴിച്ചതും, അത് മൊത്തം കഴിച്ചു തീർക്കാൻ പറ്റില്ല, ഒരു 1.5 സാധനമായിരുന്നു, €6. അത് വാങ്ങിച്ചത് മൊത്തം കഴിച്ചു തീർക്കാൻ പറ്റാതെ വയറ് നിറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഡിന്നർ സെറ്റായി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇനി വേറെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന്. ഇതാണ് ആ സമയത്ത് ഞാൻ എൻ്റെ ഫോണും കൂടെ അവിടെ ചാർജ് ചെയ്തു. അവിടെ ഒരാളിരുന്ന് ഫോൺ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പുള്ളിയുടെ ചാർജർ വാങ്ങിച്ചിട്ട് എൻ്റെ ഫോൺ കുറച്ച് ചാർജാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ നീസിലെ ആ ഒരു മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. കൊള്ളാമല്ലേ. മൊണാക്കോ കണ്ടിട്ടേ നമ്മുടെ നീസിലേക്ക് വന്നപ്പോഴത്തേക്കിനും ദാരിദ്ര്യ ഫീൽ കേട്ടോ, സത്യം പറഞ്ഞല്ലേ. ഈ കാണുന്ന ഹോളിഡേ ഇൻ ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ നമുക്ക് റൂമിലേക്ക് പോവാം. ഫൈനലി ഇന്നത്തെ കറക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. അയ്യോ ഹാപ്പി ആയിട്ടോ. അങ്ങനെ നമ്മൾ 38 രാജ്യങ്ങൾ കവർ ചെയ്തു. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ ഓടി പുതിയ പുതിയ രാജ്യങ്ങൾ പോവല്ലേ, അടുത്തടുത്ത് പതുക്കെ എക്സ്പ്ലോർ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പോകണമെന്ന്. ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചെയ്യും. അടുത്ത ട്രിപ്പ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പം ഒരു കുറച്ച് ദിവസത്തെ ഒരു യാത്രയ്ക്ക് വന്നതല്ലേ, അപ്പോൾ നമ്മൾ മാക്സിമം കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നാളെ നമ്മളിവിടെ നിന്ന് ടുളൂസ് പോവാണ്. ടുളൂസ് എന്ന് പറയുന്നത് എന്താണെന്നല്ലേ, എയർബസിൻ്റെ ഫാക്ടറി ഉള്ള സ്ഥലമാണ് ടുളൂസ്. അതായത് നമ്മൾ ഈ വണ്ടിയൊക്കെ ഡെലിവറി എടുക്കത്തില്ലേ, അതേപോലെ എയർബസിൻ്റെ 350 വിമാനം, ചില 320 വിമാനങ്ങളൊക്കെ ഡെലിവറി എടുക്കാൻ ആളുകൾ എയർലൈൻസ് പോകുന്ന സ്ഥലമാണ് ടുളൂസ്. അവിടെ നിന്നാണ് ഉണ്ടാകുന്നത് വിമാനങ്ങൾ. അപ്പോൾ എയർബസിൻ്റെ ഫാക്ടറിക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, പക്ഷേ അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എയർബസ് മ്യൂസിയം ഉണ്ട് അവിടെ, നല്ലൊരു എയറോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കാണണം. പിന്നെ പുതിയ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ വല്ലതും കിടപ്പുണ്ടോ എന്നൊക്കെ പോയി നോക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ. നാളെ രാവിലെ 8:15 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഇവിടെ നിന്ന് പോകേണ്ടി വരും. ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് നമുക്ക് എയർപോർട്ടിലേക്ക് പോയിട്ട്, ഫ്രാൻസിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്താണ് ടുളൂസ് എന്ന് പറഞ്ഞ സ്ഥലം, അതുകൊണ്ടാണ് ഫ്ലൈറ്റ് എടുത്ത് പോകുന്നത്. ഞങ്ങൾ ട്രെയിൻ നോക്കി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതാണ് നാളത്തെ പരിപാടി. ഞാൻ കഴിഞ്ഞ ഇവിടെ താഴെ വരുന്ന വഴിക്ക് ഒരു ഇത് വാങ്ങിച്ചു, നമ്മുടെ എന്താ പറയുക, റാസ്ബെറി. ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ മൊറോക്ക്, അതായത് മൊറോക്കോയുടെ പ്രൊഡക്റ്റാണ്. മൊറോക്കോയിൽ നിന്ന് വന്ന റാസ്ബെറിയാണ്. പിന്നെ രാത്രി കഴിക്കാനായിട്ടൊരു ചെറിയൊരു നൂഡിൽസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു കുപ്പി വെള്ളവും. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ. അതുവരേക്കും ബൈ.